ഐഡിയാസ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇന്ന് ഓർഡറുള്ള കുറച്ച് കോംബോ സോപ്പുകളുടെ പാക്കിങ്ങും അതുപോലെ തന്നെ കുറേ പേര് കുറേ ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഡൗട്ടുകൾക്കുള്ള ആൻസറുമായിട്ടാണ്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ നമ്മുടെ വീഡിയോയ്ക്ക് വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പോൾ മെയിനായിട്ട് കുറച്ച് പേര് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മുടെ സോപ്പിൻ്റെ മെറ്റീരിയൽസ് എല്ലാം എവിടെ നിന്നാണ് കിട്ടുക, അതുപോലെ തന്നെ ഇതിലേക്ക് എന്തൊക്കെ ഐറ്റംസ് ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മൾ ബിഗിനേഴ്സിനുള്ള കിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കിറ്റിൽ എല്ലാ ഐറ്റംസും ഉണ്ടാവും. നിങ്ങൾ ഏത് കിറ്റാണോ ചോദിക്കുന്നത് ആ കിറ്റായിരിക്കും കേട്ടോ നമ്മൾ തരുന്നത്. അതിൽ കറക്റ്റ് മെഷർമെൻറ്റിലായിരിക്കും നമ്മൾ എല്ലാ ഐറ്റംസും വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് സോപ്പ് മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം വരുന്ന ചോദ്യമാണ് ഇത്. പിന്നെ വരുന്ന ചോദ്യം നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. പിന്നെ കുറേ പേര് ചോദിക്കാറുള്ള ചോദ്യമാണ് 1 kg സോപ്പ് ബേസിൽ എത്ര സോപ്പ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ 1/2 kg സോപ്പ് ബേസിൽ എത്ര സോപ്പ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. 1 kgയിലാണെങ്കിൽ നമുക്ക് 100 ഗ്രാമിൻ്റെ 10 സോപ്പും 50 ഗ്രാമിൻ്റെ 20 സോപ്പുമാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുക. 1/2 കിലോയിലാണെങ്കിൽ 100 ഗ്രാമിൻ്റെ 5 സോപ്പും 50 ഗ്രാമിൻ്റെ 10 സോപ്പുമാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടാണ് നമുക്ക് 1 kgയിൽ എത്ര സോപ്പ് കിട്ടുന്നുള്ളതും 1/2 kgയിൽ എത്ര സോപ്പ് കിട്ടുന്നുള്ളതും. അപ്പോൾ എല്ലാവരുടെ ഡൗട്ടും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ് എന്തിനാണ് നമ്മൾ സോപ്പിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ പ്രിസർവേറ്റീവ് നമ്മൾ ഫ്രഷ് ജ്യൂസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം. നമുക്കതിന് ഷെൽഫ് ലൈഫ് കുറവായിരിക്കും ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടുക. പിന്നെ അതിൽ നമുക്ക് ബാക്ടീരിയാസൊക്കെ വളരും നമ്മൾ ഡയറക്റ്റ് സോപ്പ് ബേസിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ. അപ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് സോപ്പ് കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോപ്പിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത് കേട്ടോ. മെയിനായിട്ട് നമ്മളോട് ചോദിക്കുന്ന 3 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് വെച്ചെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാനൊരു Q&A വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡൗട്ടുകൾ ഉള്ളവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് 3 സെറ്റ് അല്ല കേട്ടോ, 4 സെറ്റാണ് വരിക. ഒരു ഗ്രീൻ കളറ്, അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറ്, ഒരു സാൻഡൽ കളറ്. അപ്പോൾ ഇത് 3ഉം കൂടി മിക്സ് ആയിട്ടുള്ള സോപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കോംബോ സോപ്പുകൾക്ക് നല്ല മൂവിങ് ആണ്. നമ്മുടെ കസ്റ്റമേഴ്സ് പലരും ഇതാണ് കൂടുതൽ വാങ്ങിക്കുന്നത് കേട്ടോ. ഷോപ്പിൽ വന്നിട്ടായാലും നമുക്ക് ഓൺലൈൻ ആയാലും കൂടുതലും നമുക്ക് ഇങ്ങനത്തെ കോംബോ സോപ്പുകളാണ് ഇപ്പോൾ സെയിലുള്ളത്. പിന്നെ പലർക്കും പല ടേസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ കോംബോയിൽ ഒരു കളർ തന്നെ എടുക്കാണ്ട് 3 കളർ എടുക്കുന്നവരുണ്ട്, ഒറ്റ കളർ എടുക്കുന്നവരുണ്ട്. അങ്ങനെ പല ടൈപ്പ് കസ്റ്റമേഴ്സാണ് ഇപ്പോൾ നമുക്ക് കോംബോ സോപ്പിനുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു കളറിലാണ് ചെയ്തിരുന്നത്. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ 3 കളറാക്കിയിട്ടുണ്ട്. അത് ഇനിയും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ഇനിയും കൂടുതൽ കളറുകൾ ഇറക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ കളറുകൾ മാത്രമല്ല കേട്ടോ, ഡിഫറെൻറ്റ് സ്മെല്ലുകളിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് സ്മെല്ലുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ചന്ദ്രികയുടെ സ്മെല്ലാണ് നമ്മൾ പച്ച സോപ്പിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാൻഡലിൻ്റെ കളറ് നമുക്ക് പിയേഴ്സ് സോപ്പിനാണ്. പിന്നെ നമ്മൾ ഒരു ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അതിൽ വേറൊരു സ്മെല്ലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെറൈറ്റി സ്മെല്ലുകളാണ്. അപ്പോൾ ഇതിൽ നല്ല മൂവിങ് ഉണ്ട് കേട്ടോ. നമുക്ക് ും വീട്ടിലിരുന്ന് ഇതുപോലെ സോപ്പൊക്കെ മേക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമുക്ക് സോപ്പ് സെയിൽ ചെയ്യുമ്പോൾ ലൈസൻസ് വേണം. ലൈസൻസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ലൈസൻസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണം വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേ ഞാൻ 4 സൈസ് സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് 3ഉം കാണാനായിട്ട്. നോക്കി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കൂടുതലും കസ്റ്റമേഴ്സിന് ഇഷ്ടം. അപ്പോൾ 3ഉം നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇനി നമുക്കിതിൽ ലേബൽ ഒട്ടിക്കണം. നമുക്ക് സോപ്പിലെല്ലാം ലേബൽ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞ് ലേബലാണ്. ഇങ്ങനെയാണ് നമ്മുടെ ലേബൽ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ലേബൽ ഒട്ടിക്കാം. അപ്പോൾ ദേ നമ്മുടെ സോപ്പ് കുട്ടന്മാരനൊക്കെ നല്ല ലാബലൊക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടന്മാരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്ന ഓർഡർ ആയിരുന്നു നമ്മുടെ കോംബോ സോപ്പിന്റെ. എല്ലാം ദേ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും സോപ്പുകൾ വേണമെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട്
കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്ന സോപ്പുകളുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഒരു Q&A വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതിനു മുന്നേ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, എല്ലാവരും ലൈക്കും കമന്റും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നല്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ബൈ.